എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് മിക്കപ്പോഴും. വെദർ ഐ ഹാവ് ഗിവൺ മൈ 100% ഫോർ ദിസ് ഫിലിം. ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ ബി. ഇത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഐ എം എ ഫിലിം മേക്കർ, ഐ എം ഗോൺ ബി എ ഫിലിം മേക്കർ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് സൈഡ് ബിസിനസ്സുകളില്ല. ഒരു പുതിയ സ്പേസ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മൂവ് ഔട്ട് ചെയ്ത് അതിനെ കുറ്റം പറയാതെ ജസ്റ്റ് ട്രൈ ടു അഡാപ്റ്റ് ടു ഇറ്റ്. ദ ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. അതായത് നിങ്ങൾ 15 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ആളുകൾ ഒരു ചാൻസ് തേടി നടന്ന പോലെ നിങ്ങൾ ചാൻസ് നേടി നടക്കരുത്. ഞാനിപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കാനായിട്ട് ഒരു 1 year ആയിട്ടുള്ള ലിജേട്ടാ. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇടയ്ക്ക് ചില ആർട്ടിസ്റ്റുകളുടെ ടോപ്പിക്കിൽ വരുന്ന ഇത്ര സിനിമകൾ ഇറങ്ങി പക്ഷെ ഇത്രയും പൊട്ടി ഇത്രയും ജയിച്ചുള്ളൂ, ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ വീട്ടിലിങ്ങനെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിക്കും, പിന്നെ എന്താ ആളുകൾക്ക് വേണ്ടേന്നുള്ളൊരു ചോദ്യം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യം ലിജേട്ടൻ ആലോചിക്കാറുണ്ട്, എന്താണ് പിന്നെ ആളുകൾക്ക് വേണ്ടത് എന്നുള്ളത്? അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് മിക്കപ്പോഴും. അത് ഗുഡ് ഓർ ബാഡ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇൻറ്റേർണലി നമ്മൾ ആലോചിക്കുന്നത് അതൊന്നും ആയിരിക്കില്ല. ഇൻറ്റേർണലി നമ്മൾ ആലോചിക്കുന്നത് വെദർ ഐ ഹാവ് ഗിവൺ മൈ 100% ഫോർ ദിസ് ഫിലിം, വെദർ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് സിനിമ ഐ എക്സ്പെക്റ്റഡ് വെൻ ടു കം ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇഫ് വി ഹാവ് അറ്റ്ലീസ്റ്റ് അച്ചീവ്ഡ് 50% ഓഫ് ഇറ്റ്, ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം വേൾഡ് സിനിമയിലെ ഗോഡ് ഫാദർ പോലും 100% ഉള്ളൊരു സിനിമയാണെന്ന് ആൾക്കാരെ അവകാശപ്പെടുന്നില്ല. സോ വി ആർ വേ ബാക്ക്. നമ്മൾ ജസ്റ്റ് ഓടി തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ പരിപാടി. ഓടി തുടങ്ങി 10 സിനിമകളായി ലിജേട്ടൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 സിനിമ മാത്രം പ്രായമുള്ളൊരു സംവിധായകനാണ് ഞാൻ. വെരി യങ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനി ഒരു 10 വർഷത്തേക്ക് വരാൻ പോകുന്ന ആളുകളുടെ ചിന്താഗതിയിൽ ആ മാറ്റങ്ങളിലെ സിനിമകൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതായത് ഇനി ഇപ്പം നമ്മൾ കണ്ട മാറ്റങ്ങൾ ഒരു 1000 times ഫാസ്റ്റർ ആയിരിക്കും ഇനിയുള്ള ക്രിയേറ്റീവ് വിഷൻ ഡിസൈൻ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന പോലെ ഇപ്പോൾ AI പോലെ ഒന്ന് ഈ അരീനയിലേക്ക് വരുമ്പോൾ സോ ഇറ്റ്സ് ഗോൺ ബി ക്വിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അതിൻ്റെ സ്റ്റൈലും സ്പീഡും കൂടുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദ ഐഡിയാസ് ആൻഡ് ദ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് വിച്ച് ഇസ് ഗോൺ ടു കം ഔട്ട് ഇസ് മച്ച് ഇൻട്രസ്റ്റിംഗ്. അത് വിച്ച് ഇസ് ഗോൺ ടു ബി വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI for sure. എനിക്ക് തോന്നുന്നു നമ്മളൊരു പുതിയ സ്പേസ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മൂവ് ഔട്ട് ചെയ്ത് അതിനെ കുറ്റം പറയാതെ ജസ്റ്റ് ട്രൈ ടു അഡാപ്റ്റ് ടു ഇറ്റ് എന്നുള്ളതാണ്. പല സമയത്തും ഫിലിം ക്യാമറ ടു ഡിജിറ്റൽ ക്യാമറ അതിൻ്റെ ഷിഫ്റ്റിൽ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റി കാണേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെറുപ്പത്തിൽ കുട്ടിയും കോലും കളിച്ച് അതായതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരും രാവിലെ മുതൽ കുട്ടിയും കോലും കളിച്ചാൽ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അവർ വീഡിയോ ഗെയിം കളിക്കുള്ളൂ. സോ വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു എന്താ പറയുക അതുമൊത്ത് ബാലൻസ് ചെയ്ത് വാട്ട് ബെറ്റർ ആൻഡ് ഗ്രേറ്റ് തിങ്സ് വി ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഐ എം സീയിങ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ ഫോർ ദ കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് സ്പേസ് വി ആർ ഗോൺ ടു സീ ഫ്രം നൗ ഓൺ. അതിൻ്റെ മീഡിയം തന്നെ വ്യത്യാസപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ചിലപ്പോൾ ഡ്യൂറേഷനിൽ വ്യത്യാസം വരും. the way you enjoy and get entertained will be different എന്നുള്ളതെല്ലാം നമ്മൾ ഫോർസീ ചെയ്യാന്നല്ല പറയാം. പക്ഷേ വി ഹാവ് ടു എക്സ്പെക്ട് ഓൾ ദാറ്റ് ടു ഹാപ്പൻ ഓൺ ദ ഗോ. അതിപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകളുണ്ടെങ്കിൽ അവരുടെ ടോക്സിൽ നിന്നൊക്കെ അത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളത് ഒരാൾ പറഞ്ഞു കേൾക്കണമെന്നില്ല. വി ആർ ഓപ്പൺ ടു സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. ശശി തരൂർ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അതായത് നമ്മൾ മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ മുഴുവൻ പഠിച്ച് മനഃപ്പാടമാക്കുക. ഇപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ എ ക്ലിക്ക് ഓൺ ഗൂഗിൾ. അപ്പോൾ എന്തിനാണ് ബൈ ഹാർട്ട് ചെയ്യുന്നത് നിങ്ങൾ? യു മൂവ് ഇൻ ടു അതർ തിങ്സ് വിച്ച് വിൽ ഗിവ് യു മോർ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് സ്വയം കണ്ടെത്തുക എന്നൊക്കെ പറയില്ലേ.
സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഡയറക്ടറുടെ വേറൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു, നമ്മളുടെ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ കംഫർട്ട് സോണിൽ നിർത്തുക എന്നുള്ളത്. കാരണം അവരത് അഭിനയിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരണമല്ലോ. ഒരു ആർട്ടിസ്റ്റുകളെ ആയിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിൽ അവരെങ്ങനെയാണ് ലിജോട്ടൻ കംഫർട്ട് ചെയ്യാൻ നോക്കാറുള്ളത്? ഇല്ല, ഞാൻ അതിന് വേണ്ടി ഒരു എഫേർട്ടും എടുക്കാറില്ല. അങ്ങനെ അവരെ കംഫർട്ടബിൾ ആകാൻ നോക്കുകയോ അൺകംഫർട്ടബിൾ ആക്കാൻ നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവർ നമ്മുടെ ഒരു സിനിമയിലൊരു കഥാപാത്രം പ്ലേ ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിൽ സ്ലോലി അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ. അപ്പോൾ അവരെ ആ അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് ജസ്റ്റ് പ്ലേസ് ദം ദെയർ എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ദ ബിഗ്ഗസ്റ്റ് ആക്ടർ, ലെറ്റ് ഇറ്റ് ബി ദ സ്മോളസ്റ്റ് ഓഫ് ആക്ടേഴ്സ് ഹു ജസ്റ്റ് ഡസ് വൺ ഷോട്ട് ഫോർ മീ എന്നുള്ള ആളെയും നമ്മൾ ചെയ്യുന്നത് അയാൾ ആ കഥാപാത്രത്തിൻ്റെ വേഷം ധരിപ്പിക്കുക, കഥാപാത്രത്തിൻ്റെ ഡയലോഗ് അയാൾക്ക് കൊടുക്കുക, ആ അറ്റ്മോസ്ഫിയറിൽ അയാളെ കൊണ്ട് നിർത്തുക, അയാളെ ജസ്റ്റ് മേക്ക് ഹിം റിയാക്ട് ടു ദ എൻറ്റയർ സെറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വെൻ സംബഡി ഈസ് നോട്ട് ഡൂയിങ് സംതിങ് വിച്ച് ഐ എക്സ്പെക്റ്റഡ് എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് ഞാൻ പോയി ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട്, അതായത് അവരെ ഒരിക്കലും തോന്നിപ്പിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന്. മേക്ക് ദം ഡൂ ഇറ്റ് ലൈക്ക് എവറി ഡേ തിങ്. ജസ്റ്റ് കം ആൻഡ് ജസ്റ്റ് ടെൽ ദ ഡയലോഗ്, അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വിൽ മേക്ക് ദം, അത് അവരെ കുറേ കൂടി ഈസിയർ ആക്കും. അത് അവർക്കും തോന്നും, ഓ ഇത് ഇത്രയുള്ള പരിപാടിയുള്ളൂ, ഞാൻ വിചാരിച്ചത് ഭയങ്കര, അങ്ങനെ തോന്നിക്കാതിരുന്നാൽ മതി. ജാഫ്രിക്കയുടെ ഒരു ഇന്റർവ്യൂല് ജാഫ്രിക്ക പറയുന്നുണ്ട്, എല്ലാ ഇന്റർവ്യൂസിലും ലിജോട്ടിനെ പറ്റില്ല ജാഫ്രിക്കയുടെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ജാഫ്രിക്ക പറയുന്നത് അങ്ങോട്ട് ചെല്ലുക, അപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്, എന്താണ് ചേട്ടനെ കാണിക്കണേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യും. പിന്നെ ജാഫ്രിക്ക പറഞ്ഞു, അതായത് ലിജോനൊരു ഐഡിയ ഉണ്ട്, നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കാണിക്കണേന്ന് പറയും. പുള്ളി എന്താണോ കാണിച്ചത് അങ്ങ് അനുകരിച്ചിട്ട് പോയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ ഒരു സാധനം. ചില സമയത്ത് നമുക്കത് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു വല്ലാത്ത സ്പേസ് ആണല്ലോ. അതായത് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ലാൽ സാറിനെ പോലൊരു ആക്ടർ, ജാഫ്രിക്കെ പോലൊരു ആക്ടർ, അവർ ദേ കംസ് വിത്ത് എ ലോഡ് ഓഫ് എക്സ്പീരിയൻസ്. മാത്രമല്ല ദേ ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് ഇറ്റ്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ആവശ്യപ്പെടുക പോലും വേണ്ട, ഇറ്റ് വിൽ കം ദെയർ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ എൻറ്റയർ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഹാർഡ്ലി ഐ ഹാഡ് ടു ടെൽ, ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഇൻഫർമേഷനോ അവരെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് കാണിക്കും, ഇതൊന്നും വേണ്ട. ബിക്കോസ് ദേ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ആൻഡ് ആ വേഷം എടുത്ത് ഇടാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മര്യാദ എന്നുള്ളതാണ്. അപ്പോൾ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്സ് ഔട്ട് ഓഫ് ദം. ജാഫ്രിക്കയുടെ ഇപ്പോൾ പുതിയൊരു സിനിമയിൽ ജാഫ്രിക്കയുടെ മോളായിട്ട് അഭിനയിക്കണേ, ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുക. ജാഫ്രിക്ക ഇടുന്ന ഇൻപുട്ട് അങ്ങോട്ട് പറയാം, എടാ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാം, അപ്പൊ അത് നീ എടുത്തോ. പക്ഷെ അതൊക്കെ ഭയങ്കര കോമഡി എലമെന്റ്സ് ആയിട്ട് ത്രൂ ഔട്ട് അപ്പൊ തന്നെ ജാഫ്രിക്ക കയ്യിൽ നിന്ന് ഇടുന്ന കുറെ സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഡയറക്ഷനിലേട്ടൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വരുന്ന ആൾക്കാർ ഇൻസ്റ്റന്റ്ലി വെൻ ദേ അണ്ടർസ്റ്റാൻഡ് എന്ത് ക്യാരക്ടറാണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ വാലിബനെ സംബന്ധിച്ച് ഞാൻ എടുത്ത് പറയാം. അതായത് ഇപ്പോൾ ലാലേട്ടൻ ആ കോസ്റ്റ്യൂം ധരിച്ച് വന്ന് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ വി ഡോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ലാലേട്ടൻ, വി ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് മലക്കോട്ടെ വാലിബൻ. ആ ഫീലിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ഏറ്റവും ഗ്രേറ്റ് ഇൻപുട്ട് എന്ന് ഞാൻ പറയുന്നത്. ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ വി ഓൾ ബിലീവ് ദാറ്റ് ദിസ് എ ഡിഫറെൻറ്റ് പ്ലേസ്, ദിസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ഇയാളൊരു വേറൊരു കഥാപാത്രമാണ്. നമുക്കൊരിക്കലും ലാലേട്ടനെ പുള്ളി ആ ഡ്രസ്സ് അഴിച്ചു വെച്ചാലല്ലാതെ ലാലേട്ടനെ കാണാനേ പറ്റില്ല നമുക്ക്. ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഫീലിംഗ് ഇറ്റ് ഇസ്. ഓക്കെ, ഇപ്പൊ ഡയലോഗ്സ് ലിജോട്ടൻ സെറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് ഇട്ടപ്പെട്ടപ്പോയെന്ന് ഇടുന്ന പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി അറിയാനായിട്ട്. ഇപ്പോൾ സെറ്റിൽ നിന്നും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നമുക്കത് സെറ്റ് ആയില്ല, ഇപ്പൊ ചുറ്റും നിൽക്കുന്ന കാണികൾ ഒത്തിരി ആൾക്കാരുണ്ടാവും, അതിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ആരെങ്കിലും സിനിമയിലേക്ക് എടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ അസോസിയേറ്റ് രതീഷിനൊക്കെ അറിയാം വളരെ കൃത്യമായിട്ട്. ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അവിടെ കണ്ട ഒരാളെ ഒരു ഡയലോഗ് പറയിപ്പിക്കാൻ വിളിക്കുന്നു, അതുവഴി പാസ് ചെയ്ത ഒരാളെ വിളിച്ച് ഇത് ചെയ്യുന്നു, പിന്നെ അങ്ങനെ പാസ് ചെയ്ത പശുവിനെ വിളിച്ച് നിർത്തുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഭയങ്കര നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു കാര്യം നമ്മൾ അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൂ. മിക്ക സമയത്ത് അത് കറക്റ്റായിട്ട് വരാറുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന മേഖലയോടുള്ള? പെട്ടെന്ന് നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കാൻ? ഞാൻ പറയുന്നത് അത് ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ആവാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് പ്ലാൻ ചെയ്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വർക്ക് ആവില്ല ചിലപ്പോൾ. നമ്മൾ പെട്ടെന്ന് വിളിച്ച് ചേട്ടാ ഒന്ന് പറഞ്ഞു നോക്കി, വെറുതെ ചുമ്മാ വിളിച്ചു പറഞ്ഞേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം അവർ അതിനെപ്പറ്റി പേടിച്ചല്ല വരുന്ന ആ സമയത്ത്, അത് കാരണം.
ഇനി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നമസ്കാരം ലിജോ, ഞാൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാൻ പോകുന്നു. അതായത് എനിക്കറിയാം ലിജോ ഫുൾ ടൈം സിനിമയെ പറ്റി മാത്രം ആലോചിച്ച് നടക്കുന്ന ആളാണ്. അതിലുപരി സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. കാരണം ലിജോ കിടന്നുറങ്ങുന്ന സമയത്ത് സിനിമകൾ സ്വപ്നം കാണാറുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് തട്ടി വിളിച്ച് പാതിയിൽ കുറിഞ്ഞു പോയ സിനിമകളുണ്ടോ? മുഴുവനായിട്ട് കണ്ടു തീർത്ത സിനിമകളുണ്ടോ? അങ്ങനെ ഉറക്കത്തിൽ കണ്ട ഏതെങ്കിലും ഒരു സിനിമയുടെ വിത്ത് സിനിമയായി മാറിയിട്ടുണ്ടോ? ഇനി അങ്ങനെ മാറ്റാനുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടോ? അങ്ങനെ ഉറക്കത്തിലെ സിനിമകളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ചോദ്യം കിട്ടിയപ്പോ തൊട്ട് ഭയങ്കര ക്യൂരിയസ്, എന്താണ് ലിജോട്ടൻ പറയാൻ? ആക്ച്വലി അത് അതിൻ്റെ പല വേർഷൻസ് പറയാം. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഐ വിൽ സ്റ്റാർട്ട് ഡ്രീമിങ് അബൌട്ട് ദാറ്റ് ഫിലിം. ദെൻ ഐ നോ ദാറ്റ് ഇത് ഐ മീൻ നൗ പ്രിപ്പയർഡ് ആയി എന്ന് തോന്നുന്ന സമയമാണത്. വെൻ ഐ സ്റ്റാർട്ട് സീയിങ് ദ സീൻസ്. അപ്പോൾ ആ സീൻസിലെ ഷോട്ടുകളൊക്കെ തന്നെയായിരിക്കും മിക്കപ്പോഴും ഞാൻ ആക്ച്വൽ ഷൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചതായിരിക്കില്ല. സോ വിൽ ബി എ ഡിഫറെൻറ്റ് പീസ് ഓൾ ടുഗെദർ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ പാതി മുറിഞ്ഞ സ്വപ്നങ്ങളുണ്ട്, മുഴുവനായിട്ട് കണ്ട ഇതുണ്ട്. പലതും സിനിമ രൂപത്തിൽ, അല്ലെങ്കിൽ അതായത് ഒരു തരത്തിലുള്ള ഐ മീൻ എന്താ പറയുക, ഇറ്റ്സ് ഒരു വലിയ വിഷ്വൽ സാധനങ്ങളൊക്കെ ആയിട്ട് കണ്ട കാര്യങ്ങളിൽ അതെങ്ങനെ വിഷ്വലായിട്ട് ചെയ്യുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് സം പോയിന്റ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുപോലെ മുമ്പ് ഉറക്കത്തിൽ ഞാൻ അങ്ങനെ ഓർക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷ്വൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ റിമെമ്പർ ഇൻസൈഡ് ദ ഡ്രീം ദാറ്റ് മീൻ ഓക്കെ ഐ ഹാവ് ടു റൈറ്റ് ദിസ് ഡൗൺ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേക്കും. സൈഡിൽ മുമ്പ് ഒരു പേപ്പർ വെക്കുമായിരുന്നു ആക്ച്വലി, ചുമ്മാ ടു സ്ക്രിബിൾ എ വേർഡ് ഓർ സംതിങ് സോ ദാറ്റ് ഐ റിമെമ്പർ ദിസ് ഇമേജ് എന്നുള്ളതിന് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ പോയി. പക്ഷേ ഐ മീൻ ഐ സ്റ്റിൽ ഇപ്പോൾ സ്വപ്നങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് അത്രയും ഡ്രീംസ് ഓൾറെഡി ഒന്ന് നമ്മുടെ ഹാർഡ് ഡിസ്ക് അത്രയും ഹാർഡ് ഡിസ്ക് ഫുള്ളായിക്കൊണ്ടിരിക്കും. പക്ഷെ സിനിമ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ് സം പോയിന്റ് ദിസ് ഹാപ്പൻസ്. അത് ദാറ്റ് ഈസ് വെൻ ഐ നോ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ സിനിമ ഐ ഹാവ് ടു ഡു. അതെപ്പോഴും സംഭവിക്കാറുണ്ട് ഒരു സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ലിജോന്റെ സിനിമകളെ തുടക്കം തൊട്ട് എടുത്തു നോക്കിയാൽ ഒരു പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് കോംബോ വന്നിട്ടുണ്ട് 3-4 സിനിമകളിലെ. അപ്പോൾ ആ ഒരു കോംബോ പറ്റി ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? രാജുവേട്ടൻ ആൻഡ് ഇന്ദ്രേട്ടൻ രണ്ടുപേരും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇന്ദ്രനായാലും രാജു ആയാലും വി ഹാവ് വണ്ടർഫുൾ കംറാഡറി. ഞങ്ങൾ ഒരുപാട് കഥകളും തമാശകളും പറഞ്ഞ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡബിൾ ബാരൽ പോലെ ഒരു ഫൺ എക്സ്പീരിയൻസ് ഐ ഹവ് നെവർ ഹാഡ് ഷൂട്ടിങ് എ ഫിലിം എന്നുള്ളതാണ്. അത്രയും ഇൻട്രസ്റ്റിംഗ് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ ദീസ് ആർ ഫിലിംസ് ഐ മീൻ അറ്റ് സം പോയിന്റ് ഐ വിൽ പ്രസൻറ്റ് ഇറ്റ് അഗെയിൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻ സം അതർ ഫോം. പക്ഷേ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. ഈ ഡബിൾ ബാരൽ പോലെ സിനിമ ഇവരെ അടുത്ത് ഇപ്പോൾ സിനിമ അല്ലെങ്കിലും വൺസ് ഇൻ എ വൈൽ മീൻ ദേ സെൻഡ് എ മെസ്സേജ്, ഐ മേക്ക് എ കോൾ എന്നൊക്കെയുള്ള ഒരു സാധനം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മൾ വി കംപ്ലീറ്റ്ലി ടേക്ക് എ ഷിഫ്റ്റ്, ടേക്ക് എ ഡ്രിഫ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു ടീമിലേക്ക് മൂവ് ചെയ്യുന്നു, പുതിയ ആളുകളെ കാണുന്നു, പുതിയ അനുഭവങ്ങൾ കേൾക്കുന്നു. അപ്പോൾ സോ ദാറ്റ് എല്ലാ ആൾക്കാരെയും സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഇപ്പം ചില ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൊരു ബന്ധങ്ങളും ഇല്ല. ഇറ്റ്സ് എ ഓർഗാനിക് തിങ് ടു ഹാപ്പൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ നമ്മൾ മറ്റൊരു സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരെ ആയിട്ട് നാച്ചുറലി നമ്മൾ വിൽ ബി കട്ട് ഓഫ്. അപ്പോൾ അത് ഇറ്റ്സ് എ വെരി ഓർഗാനിക് തിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി തിങ്കിങ് ഓഫ് ന്യൂ ഐഡിയാസ് എന്നുള്ളത്. ഇപ്പോൾ ഓരോ സിനിമകൾ കഴിയുമ്പോൾ ഡിഡ് യു ടേക്ക് എ ബ്രേക്ക് ലിജേട്ടാ? ബ്രേക്ക് എടുക്കാറുണ്ടോ? ഈ ബ്രേക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവാറുണ്ട് ഫിസിക്കലി. പക്ഷെ മെൻ്റലി ഐ നെവർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളതാണ്. ഐ കീപ് തിങ്കിങ് അബൌട്ട് ന്യൂ ഐഡിയാസ്. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഇൻ മീ. അതില്ലെങ്കിൽ ഐ തിങ്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സോ ഇറ്റ് ഷുഡ് ബി ദാറ്റ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത്
ഒരിക്കലും നിൽക്കരുത്. ഐ മീൻ നമ്മൾ ഒരു ക്യാരക്ടറെ പറ്റിയും ഒരു ഐഡിയയെ പറ്റിയും അത് ആലോചിച്ച് കഴിയുന്നിടത്തുനിന്ന് പുതിയൊരു ഐഡിയയെ പറ്റിയും പുതിയൊരു സിനിമയെ പറ്റിയും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ദെൻ ഓൺലി ഇറ്റ് വിൽ ഹാപ്പൻ. ഇപ്പൊ ലിജേന്റെ അടുത്ത് ഒത്തിരി പേര് സിനിമയുടെ ചാൻസ് ചോദിച്ചു വരുന്നുണ്ടാവും. ലിജേട്ടാ ഒരു ചാൻസ് തരുമോ സിനിമയിൽ എന്നിട്ട്. അപ്പൊ അത്തരം ആൾക്കാർ വരുമ്പോൾ പണ്ട് KPC ലളിതാമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ജീവിതമാണ്, ഞങ്ങൾക്ക് ഇത് അന്നമാണ്, ഇത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ. അപ്പൊ അതിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോഴത്തെ അത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല ചേച്ചി പറയണത്. എന്നാലും കുറച്ചാൾ ഇപ്പൊ വരുന്നത് ചിലർ കുറച്ച് പേരൊക്കെ ഫെയിം ആഗ്രഹിച്ചാണ് സിനിമയിൽ കയറുക, എനിക്ക് ഫെയിം ആകുക, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ചാൻസ് ചോദിച്ച് വരുമ്പോൾ അവർ ചോദിക്കുന്ന രീതിയിൽ ലിജേറിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? അഭിനയം ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഫെയിം അങ്ങനത്തെ ഒരു കാര്യം ഉദ്ദേശിച്ചാണോ വരുന്നത് എന്നുള്ളത്? എൻ്റെ അടുത്ത് ഈ അഭിനയിക്കാൻ അപ്രോച്ച് ചെയ്ത് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനായിട്ട് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ആവാൻ പറ്റില്ല എന്ന് പറയുന്ന മൊമെന്റിൽ തന്നെ അന്ന് അഭിനയിക്കാൻ ഒരു ചാൻസ് തന്നാൽ മതി പറയുന്ന ആൾക്കാരെയാണ് ഭൂരിഭാഗവും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പാടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. മാത്രമല്ല ഞാനിപ്പോൾ ഒരുപാട് പേര് ചാൻസ് ചോദിക്കുമോ, അഭിനയിക്കാൻ ഒരുപാട് കാലമായി 10 വർഷമായി നടക്കുന്നു എന്ന് ഒക്കെ പറയുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറയാറുള്ളത്, സി ദ ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. അതായത് നിങ്ങൾ 15 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ആളുകൾ ഒരു ചാൻസ് തേടി നടന്ന പോലെ നിങ്ങൾ ചാൻസ് നേടി നടക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ ക്യാം ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് ജസ്റ്റ് എക്സ്പ്രസ് യുവർ സെൽഫ് വാട്ട് യു വോണ്ട് ടു ഡു. അതതിൻ്റെ ഏറ്റവും ബേസിക് ഫോമിലായിക്കോട്ടെ, ഏറ്റവും മോശം ഫോമിലായിക്കോട്ടെ, ഈവൻ ദെൻ യു ക്യാൻ പുട്ട് ഇറ്റ് ഔട്ട് ഫോർ പീപ്പിൾ ടു സീ. അതായത് വാട്ട് ഈസ് യൂട്യൂബ്? ഐ മീൻ ഇറ്റ്സ് ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ്. സോ ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ്. വി ആർ ഓൾ വാച്ചിങ് ഔട്ട്, വി ആർ ഓൾ ട്രൈങ് ടു ഫൈൻഡ് പീപ്പിൾ. അപ്പോൾ അത് ഇനി വീടിന് മുമ്പിൽ ഒരു ക്യൂ നിർത്തിയിട്ട് ഓരോരുത്തരെയും വിളിച്ച് ടെസ്റ്റ് ചെയ്യൽ ആവില്ല. സോ ദിസ് ഇസ് ദ വേ വി ഫൈൻഡ് പീപ്പിൾ. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. വി ആർ സീയിങ് റീൽസ്, വി ആർ സീയിങ് ഹൗ പീപ്പിൾ ഹാവ് ഡൺ തിങ്സ് ഇൻട്രസ്റ്റിംഗ്ലി. ദാറ്റ് വിൽ റീച്ച് അസ് ഇഫ് യു ഹവ് ഡൺ എ ഗുഡ് ജോബ് എന്നുള്ളതാണ്. അപ്പോൾ സോ യു ഡോണ്ട് ഹാവ് ടു ഗോ ടു സംബഡി എൽസസ് ഡോർ സ്റ്റെപ്പ്. സി ഇപ്പോൾ അത് ചെയ്യാൻ ടെക്നിക്കലി അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവും അത്. പക്ഷേ അതർവൈസ് മീൻ യു ക്യാൻ ഡു 100 തിങ്സ് ടു പുട്ട് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഓൺ ദ വാച്ച് ഔട്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ക്യാമറയിലൂടെ എന്നുണ്ടെങ്കിൽ ഐ മീൻ യു ട്രൈ ഡൂയിങ് ഇറ്റ് യുവർ സെൽഫ് ഓൺ എ ഫോൺ ആൻഡ് സീ വെദർ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചില ആളുകൾ വരുമ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഐ മീൻ ഈവൻ ഇഫ് ദേ സ്പെൻഡ് ലൈക്ക് 5 or 6 years ഓൾസോ ദേ വോണ്ട് റീച്ച് ദെയർ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നോട്ട് ടു, അതായത് അവരെ ഡിസ്കറേജ് ചെയ്യാതിരിക്കാൻ നമ്മൾ വിൽ ബി കൈൻഡ് ടു ദം ഇൻ പുട്ടിങ് ഇറ്റ് അക്രോസ്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇനിയും ഇത്രയും സമയം കളയും, അവരുടെ വീട്ടുകാരെ വിഷമിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ സോ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് യു അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ someone who can do this, pull it off എന്ന് മനസ്സിലാക്കുക. അത് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്മാർട്ടായിട്ട് എടുക്കേണ്ട ഡിസിഷൻ. ഓക്കെ. ഇപ്പോൾ ലിജേട്ടൻ റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലരായിട്ട് ഞാനിങ്ങനെ സംസാരിക്കും പറയും അവർക്ക് ഭയങ്കര പാഷനായിട്ടാണ് അവർ റീൽസ് ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലത് വൈറലാവും, ചിലത് ആവില്ല. പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ആക്ടിങ് റീൽസ് ചെയ്യുന്നവർക്ക് സിനിമയിലേക്ക് ചാൻസ് വളരെ കുറവാണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട് ആളുകൾക്ക്. ഇല്ല, അതൊക്കെ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. സി ദ മീഡിയ ഹാസ് സോ ഒരുപാട് ചേഞ്ച് ചെയ്തില്ലേ മീഡിയ എന്ന് പറയുന്നത്. സി നമ്മൾ എത്രയോ ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ്സിനെ കാണുന്നു ഓൺ എ ഡെയിലി ബേസിസ്. ദ കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ദേ ബ്രിങ് ടു ദ പീപ്പിൾ. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു റീല് ചെയ്തത് കൊണ്ട് ഒരാളെ സിനിമയിലേക്ക് എടുക്കില്ല എന്നില്ല, ഒരു റീല് ചെയ്തതുകൊണ്ട് സിനിമയിലേക്ക് എടുക്കുന്നുമില്ല. അപ്പം സോ യു ഗിവ് യുവർ ബെസ്റ്റ് ഔട്ട്പുട്ട്. അറ്റ് സം പോയിന്റ് ഇഫ് യു ആർ പാഷനേറ്റ് ഇനഫ് യു വിൽ റീച്ച് ദ പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചില ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ആ സ്റ്റെപ്പ് മറ്റൊരാൾക്ക് ചിലപ്പോൾ 10 വർഷം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം വൺ among them. I have taken more than 10 years to reach a point where I can actually express myself. അപ്പോൾ അതൊന്നും ഒരു മാറ്റർ അല്ല ഇഫ് യു ആർ വെരി സ്ട്രോങ്ലി എന്താ പറയുക, നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ.
ഞങ്ങളുടെ ആക്ടർ ലിജോട്ടനെ തിരിച്ചു വരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഒരു പ്ലാനും ഇല്ല. അതൊരു പ്ലാനും ഇല്ല. ഇല്ല. അല്ല, സപ്തമി സ്ത്രീ തസ്കര അങ്ങനത്തെ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ലിജോട്ടൻ ഒരു ആക്ടർ എന്നുള്ള ഇതിൽ ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ തിരിച്ചു വരാൻ ഒരു പ്ലാനും ഇല്ല. ഇല്ല, പ്ലാൻ ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ ബി. ഇത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഐ ആം എ ഫിൽം മേക്കർ, ഐ എം ഗോൺ ബി എ ഫിൽം മേക്കർ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് സൈഡ് ബിസിനസ്സുകളില്ല. സോ ദിസ് ഈസ് വാട്ട് ഐ ബിലീവ്, ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്സ് എടുക്കാത്തതിനകത്ത്. ഒരു ബ്രേക്ക് എടുത്ത് വേറെ കുറച്ച് പരിപാടികൾ ചെയ്ത് തിരിച്ചു വരാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എന്തായാലും ആക്ടിങ് ഏത് പാട് ലിജോട്ടിന് തോന്നിയിട്ടില്ല? അഭിനയിക്കാനാണ്, ഉറപ്പായിട്ടുമാണ്. വലിയ ബുദ്ധിമുട്ടാണ് അത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ബീയിങ് സംബഡി എൽസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺബിലീവബിൾ ജോബ്. അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എനിക്ക് അത്രയ്ക്കധികം റെസ്പെക്റ്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നത് ചുമ്മാ അതൊരു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലൈൻ വന്ന് പറയുക എന്നുള്ളതല്ല. സോ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ക്യാരക്ടേഴ്സ് സൈക്കി ഈസ് ആൻഡ് ബിഹേവിങ് ലൈക്ക് എ ഡിഫറെൻറ്റ് പേഴ്സൺ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. അതുകൊണ്ടാണ് അമേസിങ് ആക്ടേഴ്സ് വെൻ ദേ ഡൂ ഇറ്റ് അതായത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. സോ വിച്ച് ഐ ഹവ് സീൻ ഇൻ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ്, ഒരുപാട് ആക്ടേഴ്സ്, ജാഫർക്ക, എത്രയോ ആളുകൾ. സോ നമ്മൾ മറന്നു പോകും ആക്ച്വലി ഇയാൾ എനിക്ക് പരിചയമുള്ള ഒരാളാണെന്നും ഇത്രയും കാലമായിട്ട് നമ്മൾ പുള്ളിയെ കാണുന്നതെന്നൊക്കെ നമ്മൾ വിട്ടുപോകും. സോ വി ജസ്റ്റ് വിൽ സീ എ ഡിഫറെൻറ്റ് പേഴ്സൺ ദെയർ. അത് ആ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്ത് ചമതകൻ ചെയ്ത് സോ ഇൻസ്റ്റൻ്റ്ലി വി get to see a very evil person in front of you when he turns into that character. So അത് വലിയൊരു അപ്പോൾ അത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഞാനും അഭിനയിക്കും എന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നതല്ല. സോ ദാറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തിങ്. ഇപ്പോൾ ലിജോന്റെ സെറ്റിൽ ഡയറക്ടർ ഒരുപാട് ടേക്ക് ഇപ്പോൾ ഒരു ഷോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഒരുപാട് ടേക്ക് പോകുമ്പോഴേക്കും ഒബ്വിയസ്ലി ആർട്ടിസ്റ്റുകൾ കോൺഷ്യസ് ആവും എന്തായാലും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അല്ല, ചില സമയത്ത് ഞാനത് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് വരെ ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് that will arrive to a point where when I already have at least 5 takes, ഞാൻ വിചാരിച്ചിട്ട് ഓക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചുള്ള 5 ടേക്സ് ഉണ്ടാവും. കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പോൾ കുറേ നേരം പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യും, അത് ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ അത് ദാറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടേക്ക്. അതായത് പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ കുറേ നേരം ഒരു ടോപ്പിക്ക് ഇരുന്ന് എഴുതിയിട്ട് നമുക്കത് കൃത്യമാവാതാവുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വേറെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് തിരിച്ചു വരില്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഈ മെത്തേഡ് വർക്കായിട്ടുണ്ട്. ഓക്കെ, ഒരു വീഡിയോ കൂടി ഉണ്ട്, ലാസ്റ്റ് വീഡിയോ. ഇത് നമ്മുടെ മലൈക്കോട്ട വാലിബൻ കണ്ടിട്ട് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റിവ്യൂ തന്ന ഒരാളാണ്, നോന പ്രിൻസ് എന്ന് പറഞ്ഞു. Hi, I'm Nona Prince and thank you for this opportunity. Hello Lijo sir, big admirer of your work and congratulations yet again for delivering an experience in Malaikoti Valiban. It was a treat to watch. Now I always had this question I wanted to ask you. In your filmography, we have seen that most films are open-ended. There is no conclusive, distinct ending to them. It's open to interpretation for the audience. But in your view, when you're making them, do you have a distinct ending? Do you have a distinct interpretation? And it's an open game for the audience to guess it? Or even you have multiple interpretations and you want to let it that way? If you could answer that, it would be great. And keep doing what you do. Yeah, thank you, Nona. ഇത് 2 തരത്തിലുണ്ട്. അതായത് ഒരു കഥയ്ക്ക് അവസാനം എന്നുള്ള രീതിയിലൊക്കെ മിക്കപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാനും ഉള്ളിൽ അത് ഓപ്പണാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില കഥകൾ പോലെയാണത്. നമ്മളൊരു കഥയുടെ അതിൻ്റെ മുഴുവൻ രൂപം നമുക്കൊരിക്കലും മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല. സോ അല്ലെങ്കിൽ ചില ഐഡിയാസ് നമ്മൾ വർക്ക് ചെയ്തിട്ട് മിഡ് വേ വിൽ ബി സ്റ്റക്ക്. അപ്പോൾ അത് വിട്ടിട്ട് പിന്നെ ചിലപ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വേറൊരു സ്ഥലത്തു നിന്നായിരിക്കും ഇറ്റ് വിൽ സഡൻലി സ്ട്രൈക്ക്. അപ്പോൾ ഉദാഹരണത്തിന് നൻപകൽ പോലൊരു സിനിമ, പിന്നെ അത് ഞാൻ നമ്മുടെ MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു തോട്ടാണത്. അപ്പോൾ ആ തോട്ട് നൻപകൽ പോലൊരു സിനിമാ രൂപത്തിലേക്ക് എത്താൻ ഇറ്റ് ടുക്ക് എ ലോങ് ടൈം. പക്ഷേ ഐ എം ഹാപ്പി വെൻ ഇറ്റ് ഫോംഡ് ഇൻ ടു നൻപകൽ നേരത്തെ മയക്കം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില ഐഡിയാസിൻ്റെ എൻഡ് ഐ ഹവ് കെപ്റ്റ് 100 ന്യൂ പോസിബിലിറ്റീസ് ടു ദം. അപ്പോൾ
ഞാനത് ഡിസ്കസ് ചെയ്യാതിരിക്കുകയാണ് മിക്കപ്പോഴും ചെയ്യാറ്. മനസ്സിലുണ്ട് അങ്ങനെ കുറെ ഉറപ്പായിട്ടും ഉണ്ട്. അതായത് ഇറ്റ്സ് ഔട്ട് ഓഫ് മോർ റെസ്പെക്ട് ഫോർ ദ ഓഡിയൻസ് എന്നുള്ളതാണ്. ഞാൻ ഓക്കെ ഇതാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നതിലും അവർ ഡിറൈവ് ചെയ്യുന്ന ഒരു എൻഡ് ആവട്ടെ അതിന് ഉണ്ടാവുന്നത്. അവരെന്ത് ഡെറിവേഷനിലേക്ക് വന്നാലും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇന്ന കാര്യം ആ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുള്ളത് ഇന്ന റീസൺ കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഓപ്പൺ ടു സച്ച് എ കമൻറ്റ് വെയർ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ, ഐ മീൻ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കമൻറ്റ്. നമ്മുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലും കൂടുതൽ കഥകൾ ഉണ്ടാവാനായിട്ട് ഞാൻ വെച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ചുള്ളത്. ഇപ്പോൾ എനിക്കറിയാം സെറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു സെക്കൻഡ് പ്ലാൻ എന്തായാലും ലിജോട്ടൻ ഉണ്ടാവും. പക്ഷെ എന്നാൽ അങ്ങനെ സിറ്റുവേഷനിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? ആൻഡ് സഡൻ എന്തെങ്കിലും ഒരു മിറാക്കിൾ ഹാപ്പൻഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ 10 സിനിമകൾ ചെയ്തതിൻ്റെ ഇടയിൽ? ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അതായത് മിറാക്കിൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആദ്യത്തെ സിനിമയിലും അതിന് മുൻപോട്ടുള്ള സിനിമകളിലും ഒക്കെ ഫേസ് ചെയ്ത തരത്തിലുള്ള പ്രൊഡക്ഷൻ ഇഷ്യൂസ്, അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള സിനിമകളാണ് ആദ്യത്തെ സിനിമകളൊക്കെ. സോ യു ലേൺ ആൻഡ് അൺലേൺ. ഐ മീൻ എന്താണ് ഇങ്ങനൊരു ക്രൈസിസിൽ ചെയ്യേണ്ടത്, വെദർ യു ഹാവ് ടു ലൂസ് യുവർ ടെമ്പർ, വെദർ യു ഹാവ് ടു സ്റ്റേ കാം, വെദർ യു ഹാവ് ടു ബെൻഡ് എ ലിറ്റിൽ ടു കിൽ ദ ഈഗോ, എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ 100 സ്ഥലത്തു നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്ലോലി വിൽ സ്റ്റാർട്ട് അപ്ലൈയിങ് ഇൻ ദീസ് ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതാണ് എൻ്റെ റൈറ്റ് വേർഡ്. അപ്പോൾ ചില കാര്യങ്ങൾ വളരെ മിറാക്കുലസ് ആയിട്ട് ദ മാജിക് ഓഫ് സിനിമ എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നത് നമ്മൾക്ക് കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മലയക്കോട്ടെ വാലിബൻ എടുത്തു പറയാൻ ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ ഇപ്പോൾ ആ കല്ല് വന്ന് വീണ് കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എഴുന്നേറ്റ് ആ കല്ലിനടുത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഈ ആട്ടും കൂട്ടത്തിൽ നിന്ന് ഒരു ആട് നടന്നു വന്നിട്ട് ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നമ്മൾ ആടിൻ്റെ അടുത്ത് ആക്ഷൻ പറഞ്ഞിട്ട് കഴിച്ചതല്ലാതെ ആട് വന്ന് കഴിച്ചു. സോ ദാറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് മാജിക്. അപ്പോൾ അത് സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആമേനകത്ത് ശശി കലിംഗയുടെ ക്യാരക്ടർ ഇവരുടെ ബാൻഡ് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ ഒരു ചെറിയ തടാകമുണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ വള്ളത്തിന് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിന് പുറകിൽ നിന്ന് ഞാൻ ആലോചിക്കുക 2 ഇടിയൊക്കെ മിന്നേറുന്നെങ്കിൽ കുറച്ച് രസമുണ്ടായനെ ഫ്രെയിമിൽ തന്നെ. അതായത് യു വോണ്ട് ബിലീവ് ആ ഇടി മിന്നി പ്രോപ്പർലി ക്രാക്കിങ്. അപ്പോൾ അതൊക്കെ നമുക്കിത് വേറൊരാളത് ഞാൻ ഇടി മിന്നട്ടെ എന്ന് പറയുമ്പോൾ ഇടി മിന്നി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദീസ് ആർ വെരി മാജിക്കൽ തിങ്സ്. പിന്നെ നമ്മൾ ബിലീവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ സിനിമ നമുക്ക് കൊണ്ട് സമ്മാനിക്കുന്ന കാര്യങ്ങളുണ്ട് ഇഫ് യു ട്രൂലി ബിലീവ് ഇൻ ദ വിഷൻ. അപ്പോൾ സച്ച് തിങ്സ്. ജെല്ലിക്കെട്ട് മൂവിയിൽ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, അതിലെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബിക്കോസ് അങ്ങനെ ഒരു കാളേനെ വെച്ചിട്ടൊരു സിനിമയല്ലേ ചെയ്തത്, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മിറാക്കിൾ? കാളയല്ല, പോത്ത് സോറി. അല്ല, അതിൽ പല കാര്യം ഇപ്പോൾ ഇൻക്ലൂഡിങ് ദ ക്ലൈമാക്സ് നമ്മൾ ലാസ്റ്റ് ഒക്കെ മാറ്റിയ തരത്തിലുള്ള ക്ലൈമാക്സ് ആണത്. അപ്പോൾ അതിന് അങ്ങനെ ഇന്ന കാര്യമൊന്നുമില്ല. അതെല്ലാം ഒരുപാട് വലിയ ക്രൗഡിൻ്റെ ഒരു എഫേർട്ടാണ്. സോ ഇറ്റ്സ് മോർ ഓഫ് ദാറ്റ്. അത് ഒരു ഭയങ്കര ഫിസിക്കൽ എഫേർട്ടാണ്. ഇറ്റ് വാസ് മോർ ഫിസിക്കൽ എഫേർട്ട്. ഇതിന്റെ ഇടയിലൊക്കെ ഹെൽത്ത് ഒക്കെ എങ്ങനെ നോക്കണ്ടേ ലിജോട്ടൻ? നോക്കണ്ട ഹെൽത്ത് ഒക്കെ? അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഞാൻ അന്വേഷിച്ചപ്പോ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഭക്ഷണം പോലും കഴിക്കണ്ടോന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന്. അതുകൊണ്ടാണ് അത് എടുത്ത് ചോദിക്കുന്നത്, ഹെൽത്ത് ഒക്കെ എങ്ങനെയാണെന്ന്. ഇല്ല, അങ്ങനെ ഒന്ന് ഞാൻ ഇതൊരു നാച്ചുറലി ഉള്ളൊരു ഫ്ലോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പക്ഷെ പറയാണ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പറയാണ് ഹെൽത്ത് ഒക്കെ നോക്കണം, ഞങ്ങൾക്ക് ഇനി ഒരുപാട് സിനിമകൾ ഹെൽത്ത് നോക്കാന്ന്. അപ്പൊ ലിജേട്ടാ ഒരുപാട് സന്തോഷം എന്റെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നതിലും. ഞാൻ ഇതിലെ സിനിമകളെ കുറിച്ച് ഒരുപാട്, എനിക്ക് ലിജോട്ടൻ എന്നുള്ള വ്യക്തിയെ കുറിച്ചായിരുന്നു കൂടുതൽ അറിയണ്ടേ. കാരണം ഈ പറഞ്ഞ 10 സിനിമകളെ പറ്റി ഒത്തിരി ഇന്റർവ്യൂസിൽ ലിജോട്ടൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം ലിജോട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി, ആളുടെ സിനിമകള്, അതിന്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചാണ് ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ കലക്കിന്ന് പറയരുത്. കലക്കിയിട്ടുണ്ട്, ആ കലക്കലല്ല, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.